എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. പുള്ളിക്കാരന്റെ ലൈസൻസ് കട്ടായി, പുള്ളിക്കാരന്റെ ലൈസൻസ് പിടിച്ചു വെച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലയടിക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അനിയനെയും കൂട്ടി കറങ്ങാൻ പോകുന്നതിന്റെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വേറെയും കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് പോലും ഇടാണ്ട് കുട്ടികളെയും കൊണ്ട് ഇവൻ പോവുകയാണ്. അത് മാത്രമല്ല, ഇതിൽ ഇവൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്ത് വാടേ ചക്ക നീ കാണിച്ചു വെക്കുന്നതെന്നാണ് എനിക്ക് ഈ ചെറുക്കനോട് ചോദിക്കാനുള്ളത്. വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങളങ്ങ് കണ്ടാൽ മതി. നമ്മൾ ഇവർ സംസാരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇടയ്ക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നിശബ്ദമായിട്ടിരുന്നിട്ട് അത് നിങ്ങളെ കേൾപ്പിച്ചിട്ട് പോകുമ്പോൾ ശരിക്കും വീഡിയോയ്ക്ക് ലെന്ത് കൂടിപ്പോകും. അപ്പോൾ ലെന്ത് ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ക്ലിപ്പുകൾ ഞാൻ സൈഡിൽ കൊടുക്കും. അത്യാവശ്യമുള്ളത് മാത്രമേ അല്ലാതെ പ്ലേ ചെയ്ത് കാണിക്കുള്ളൂ, വോയിസ് ഉൾപ്പെടെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ പോവുകയാണ്. ശരിക്കും എനിക്ക് ഈ ചെറുക്കനോട് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ചെറുക്കൻ നീ ലൈസൻസ് നിനക്ക് ഇല്ലേ? യഥാർത്ഥത്തിൽ ലൈസൻസ് എടുത്തപ്പോൾ റോഡിലെ നിയമങ്ങളൊന്നും നിനക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലായിരുന്നോ? റോഡ് നിയമങ്ങളൊന്നും അറിയാതെയായിരുന്നോ നീ വണ്ടി ഓടിച്ച് ലൈസൻസ് എടുത്തത്? നിനക്ക് ആരാണ് ലൈസൻസ് തന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരിക്കും നിന്റെ അച്ഛൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? ഒരു കാർ ആക്സിഡന്റിലല്ലേ അയാൾ മരണപ്പെട്ടത്? എന്നിട്ടും നിനക്ക് ഒരു ഉളുപ്പവുമില്ലാതെ ഒരു ശ്രദ്ധയുമില്ലാതെ ഇത്ര അലക്ഷ്യമായിട്ട് നീ ഇങ്ങനെ വാഹനം ഓടിക്കുമ്പോൾ എന്തിന്റെ കേടാടെ ഇതൊക്കെ കാണിക്കുന്നത്? സാധാരണപ്പെട്ട ഒരാളാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലുതായിട്ട് വൈറൽ ആവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹമാണെങ്കിൽ, ഈ പറയുന്ന പുള്ളിക്കാരനാണെങ്കിൽ സുധിയുടെ മകനാണ്. പ്രത്യേകിച്ചും നമ്മുടെ എന്താണ് സെലിബ്രിറ്റി ആയിട്ടുള്ള രേണു അമ്മച്ചിയുടെ മൂത്താംകുടി മകനാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട്, മൂത്താംകുടി എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള, അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്രയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളിക്കാരൻ ഋതപ്പനെയും ഒക്കെ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോവുകയാണ്, വാഹനം ഓടിച്ചിട്ട് സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ റോഡിൽ ഇറങ്ങി ഓരോന്ന് കാണിക്കുമ്പോൾ റോഡ് നിയമങ്ങൾ കൂടി പാലിക്കണം. അല്ലാതെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണി എവിടെ നിന്ന് വരുന്നതെന്ന് പോലും അറിയാനൊക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറയേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, ഇതുപോലെ ആര് ചെയ്തു കഴിഞ്ഞാലും തെറ്റാണ്. ആരുടെയും തെറ്റുകളെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നജിലയെയും അത് ഷാനിനെയും. നജിലയെ ഷാം വിവാഹം കഴിച്ചതും അതുമായിട്ട് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഷാനിന്റെ ചാനലിൽ കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഈ നജില ഷാനിന്റെ ചാനലിൽ കണ്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു വിഷയവും കൂടി ഇവിടെ അവതരിപ്പിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഷാന് നജിലയുടെ മകളാണ് ഈ പറയുന്ന നമ്മുടെ മസ്റുമോള്. അപ്പോൾ മസ്റുമോളെ തൊട്ടടുത്ത് എത്തിയിട്ട് പുള്ളിക്കാരനാണെങ്കിൽ വളരെയധികം ഫ്രീ ആയിട്ട് ഇങ്ങനെ കൈയൊക്കെ വിട്ടിങ്ങനെ ഇരിക്കുകയാണ്. പുള്ളി ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്നത് ആര്? ആ ചെറിയ കൊച്ചാണ് മസ്റുമോള്. ഒന്ന് ആലോചിച്ച് നോക്കണം. ചെറിയ കുഞ്ഞ്, അത് 10 വയസ്സോ മറ്റേ ഉള്ളൂ ആ ഒരു പെൺകുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ. അത്രയ്ക്ക് പൊടിക്കുഞ്ഞാണ്. ആ ഒരു പൊടിക്കുഞ്ഞിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുകയാണ് ഇവൻ. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് കൈ പിടിക്കുന്നുണ്ട്, സ്റ്റിയറിങ്ങിൽ കാല് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് കാണിക്കുന്നുണ്ട് ഇവൻ കൈയും വിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന പുള്ളിക്കാരനാണെങ്കിൽ ഒരു ഡ്രൈവറാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. റോഡ് നിയമമൊക്കെ അറിയാഞ്ഞിട്ടാണ് സഹോദര നിങ്ങൾ വണ്ടിക്ക് ലൈസൻസ് എടുത്തത് എന്ന് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അച്ഛൻ ചെയ്തത് തെറ്റാണ് എന്ന് ആർജവത്തോടു കൂടി പറയുന്ന ആളുകളോട് ഷാൻ ചെയ്തത് തെറ്റല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഷാനിനെ പറ്റിയിട്ട് ഈ ഒരു വാക്ക് സംസാരിക്കാത്തതിന്റെ കാര്യം? ഇപ്പോൾ ഷാനിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ഒരു പുള്ളിക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ രേണു സുധിയോടുള്ള ആ ഒരു ജലസ് വെച്ചിട്ട് കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ പല ആളുകളും സംസാരിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാനപ്പോ കിച്ചുവിന്റെ ഈ ഒരു വിഷയത്തെ എടുത്ത് വലിയ രീതിയിൽ ചർച്ച ആക്കിയതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ചെറിയ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും വൈരാഗ്യം തോന്നിയെങ്കിലും അവരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ ഒരു കിച്ചുവിന്റെ ഒരു ലൈവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് കിച്ചുവിന്റെ അണ്ണാക്കിൽ നിന്ന് ഇറങ്ങി വന്ന ചില വാക്കുകളും ഈ പറയുന്ന പോലെ യൂട്യൂബേഴ്സിനെയൊക്കെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലായിരുന്നു, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അമ്മച്ചിയെ പോലെ തന്നെ മോനും നെഗറ്റീവായി, അമ്മച്ചിയെ പോലെ തന്നെ മോനും നെഗറ്റീവ് അടിച്ചു എന്നതാണ് വാസ്തവം. അപ്പോൾ എന്തായാലും പറയാനുള്ളത്, കിച്ചു ചെയ്തത് തെറ്റാണെങ്കിൽ അതിനപ്പുറം തെറ്റ് തന്നെയാണ് ഈ പറയുന്ന ഷാൻ ചെയ്തതും.
കിച്ച് ചെയ്തതിനേക്കാൾ ഏറെ വലിയ തെറ്റാണ് ഷാൻ ചെയ്തത്. കാരണം ഈ ഒരു കൊച്ചിന് വണ്ടി കൊടുത്തിട്ട് കൈ വിട്ടിരുന്ന ആ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഇതൊന്നും ആരും മന്ത്രി ഗണേഷിനെ കാണിക്കാഞ്ഞിട്ടാണോ അത് കണ്ടിട്ട് ഗണേഷ് മിണ്ടാതിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഭീകരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അധികം വൈകാതെ തന്നെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം റോഡിൽ കാണിക്കുന്ന ഓരോരോ തെമ്മാടിത്തരങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് ഇത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.